ഓം നമഃ ശിവായ. ഭക്തജനങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ അരാജകത്വത്തിനും കാരണം സാൻമാർഗികമായ അധപ്പതനമാണ്. കുഞ്ഞുങ്ങളെ, മറ്റു ചില ദുരുദ്ദേശങ്ങളോടുകൂടിയാണ് നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ളത്. നോക്കണ സ്വാമി തിരുവഴികൾ പട്ടും കത്തിരിയും പോലെ പറഞ്ഞവനല്ലോ. ചന്ദ്ര, പ്രവൃത്തി, അതായത് കർമ്മം, കർമ്മമാണ് ദൈവം, നാട് നമ്മുടെ ക്ഷേത്രവും. സ്വാമിജി ക്ഷമിക്കണം, എന്റെ കടമ ഞാൻ ചെയ്യുകയാണ്. അതിനെപ്പോഴും നമ്മളുടെ ആശീർവാദം ഉണ്ടായിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരു കർമ്മയോഗിയായിരുന്നു. ചന്ദ്ര, ഇത് കുഞ്ഞുണ്ണിക്കുള്ളതാണ്, എടുത്തു. കുഞ്ഞുണ്ണി, നീ നല്ല ഉദ്ദേശത്തോടെയല്ല ഈ ആശ്രമത്തിൽ കാലുവെച്ചു. അതുകൊണ്ടാണ് ഈ മാല നിനക്ക് പാമ്പായി തോന്നിയത്. ഇനി പേടിക്കണം, എടുത്തോളൂ. എന്റെ പൊന്നു സ്വാമി, എനിക്ക് മാലയും വേണ്ട പാമ്പും വേണ്ട, അവിടെ നിന്ന് പോകാൻ അനുവദിച്ചാൽ മതി. ഓം നമഃ ശിവായ. മാലയും ചന്ദ്രനും തമ്മിൽ ശകല ഇഷ്ടമാണ്. എന്റെ അനിയൻ അങ്ങനെയുള്ള വകയിലൊന്നും വീഴത്തില്ല. ചേട്ടനെ പോലൊരു കൂട്ട് അനുജനും വേണ്ടേ? അവന്റെ മനസ്സ് കണ്ടുകൊണ്ട് അവൻ ഓരോ ഉദ്ദേശം വെച്ചുകൊണ്ടുവരുമെന്ന് അഭിനയിച്ചു. അപ്പൊ നിങ്ങളും അതുപോലൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. നമ്മുടെ സ്നേഹം 22 കാരറ്റ് ഗോൾഡാണ്. അപ്പൊ ചന്ദ്രന്റേത് 14 കാരറ്റാണോ? നിങ്ങളുടെ ചേട്ടനും കലയും ഇതുപോലെ സന്തോഷമായി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും കുറെ നേരം ഗൗരവമായി നോക്കി നിൽക്കാം. കൊള്ളാം. ചേട്ടനും അനിയനും ഒട്ടും മോശമല്ലല്ലോ. സഹോദരികളും ഒട്ടും മോശമല്ല. ഒന്നാലും സത്യം പുറത്തു പറയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും കള്ളത്തരം കാണിച്ചിട്ടില്ല. ലോകത്തിൽ അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട ഒന്നാമത്തെ കുറ്റം പ്രേമം. എന്നാൽ ഞാൻ ഒന്നാം പ്രതി, കുറ്റം സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ രണ്ടാം പ്രതി. ഞാൻ ചെയ്യാൻ പോകുന്ന കുറ്റം എന്താണെന്ന് അറിയണ്ടേ? ലവേഴ്സ് ക്ലബിലെ വിദ്യാർത്ഥിനികളെ, സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന പരമ രഹസ്യമാണ് പ്രേമം. നിങ്ങളെല്ലാവരും ആത്മനിയന്ത്രണത്തോടെ പരസ്പരം സ്നേഹിക്കുക. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു ഇതുണ്ടാകും. അതാണ് പ്രേമം. അങ്ങനെ പ്രേമിക്കുക. മരണം. നിങ്ങളെ ലവേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? വെറും സിമ്പിൾ. ഞങ്ങൾ വിശ്വപ്രേമത്തിന്റെ പൂജാരികൾ. അപ്പൊ അങ്ങാണോ ഈ പ്രേമത്തിന്റെ ലൈസൻസിംഗ് ഓഫീസർ? അങ്ങനെയാണ്. 1939 ഹിറ്റ്ലർ നല്ല ധൈര്യവും ആരോഗ്യവും യൗവനമുള്ള യുവാക്കന്മാരെ തേടിപ്പിടിച്ച് ഒന്നിപ്പിച്ചു. അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ രാജ്യത്തിലേക്ക് കാഴ്ചവെച്ചു. അത് ജർമ്മനിയിലല്ലേ? അതുപോലെ നല്ല ആരോഗ്യമുള്ള യുവാക്കന്മാരെ അന്യോന്യം സഹകരിപ്പിച്ച് അവരിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക. അതാണ് ഹിംസ തിയറി. ഓഹോ, അപ്പോ ഇത് മാത്രമേ ഉള്ളൂ അങ്ങയുടെ ലക്ഷ്യം? മിസ്റ്റർ ചന്ദ്രൻ, എനിക്ക് വയസ്സ് എത്രയായെന്ന് അറിയാമോ? 167. ബ്രഹ്മചര്യവും നമ്മുടെ സ്വാമിജിയുടെ ആത്മജ്ഞാനവുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ സിൽവർ ഹെഡിനെ പറ്റി അങ്ങക്ക് എന്തെങ്കിലും അറിയാമോ? ഓ, അറിയാം. കാഴ്ച ബംഗ്ലാവിനെ കൂട്ടിനകത്ത് കണ്ടിട്ടുണ്ട്. ഈ ക്ലബിലേക്കുള്ള ചിലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത്? പ്രേമത്തെ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾ. ഓഹോ, അതിരിക്കട്ടെ. അങ്ങക്ക് വിദേശ രാജ്യങ്ങളുമായി വല്ല ബന്ധമോ സമ്പർക്കമോ ഉണ്ടോ? എനിക്ക് വിദേശമൊന്നൊന്നില്ല. ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ 167 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഞാൻ ഒരു ലോക പൗരനാണ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, ചുമ്മാ വന്നതാണ്. കാര്യമായി പ്രേമിക്കാൻ തന്നെ പറഞ്ഞു. നിങ്ങളും അറിയുന്ന ഒരു യുവാവാണ്. താങ്ക് യു. കാമറേഴ്സ്, ഈ പോകുന്ന യുവാവിനെ
നിങ്ങളും ശ്രദ്ധിക്കുക. പറഞ്ഞിരുന്ന ആളെ അയക്കാൻ ബോസിന്റെ ഉത്തരവ്. വരൂ. ഇതാണ് ആള്. കമാൽ ബായ്. എങ്ങനെ? ഓക്കെ ഓക്കെ. വെരി ഗുഡ്. എതിരാളികൾ നമ്മേക്കാൾ സമർത്ഥന്മാരായിരുന്നു ഓർമ്മ വയ്ക്കും. M9, ഈ തൊപ്പി നിങ്ങൾക്കുള്ളതാണ്. ലുക്ക്, നിങ്ങളെ എതിർക്കുന്നവരുടെ തലയും അതുപോലെ തുണ്ടായി നിലത്ത് വീഴണം. 1, 2, 3, 4 ഉടൻ വരാൻ പറയൂ. നമ്മുടെ പ്രവർത്തനവും സങ്കേതവും എപ്പോഴും പരമരഹസ്യമായിരിക്കും. ഒരു പക്ഷേ പിടിപെട്ടാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യുക. നമ്മളുടെ രഹസ്യത്തിന് മരണമില്ല. അതാണ് സിൽവർ ഹെഡിന്റെ പ്രമാണം. വെരി ഗുഡ്. Now listen. ഇന്ന് വൈകുന്നേരം കടൽ മാർഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ലക്ഷക്കണക്കിന് പണത്തിന്റെ ഡ്രാഫ്റ്റും മറ്റു പല നിർദ്ദേശങ്ങളും കറുത്ത പക്ഷിയിൽ വരുന്നു. ഭദ്രമായി ഇവിടെ എത്തിക്കണം. യെസ് ബോസ്. ഒരു പക്ഷേ ചന്ദനും കൂട്ടരും വന്നേക്കും. നമ്മുടെ ജോലി കഴിയുന്നവരെ അവരെ ആ സ്ഥലത്തേക്ക് അയക്കാതിരിക്കേണ്ടത് നിങ്ങൾ 4 പേരുടെയും കടമ. ഈ വിഷമോദരം വിരലിൽ ധരിച്ചുകൊള്ളു. എതിരാളിയുടെ ശരീരത്തിൽ ഇതിലെ മുള്ളുകൾ തറച്ചാൽ ആ നിമിഷം അവൻ മരിക്കും. ഇതാ, ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി, വിഷമുള്ളുകൾ വെളിയിൽ വരും. ജാഗ്രത. കഴിയുന്നിടത്തോളം എതിർപ്പുകൾ കൂടാതെ കഴിക്കാൻ ശ്രമിക്കണം. ഏറ്റവും കറുത്ത പക്ഷിയെ സ്വീകരിക്കാൻ കടൽക്കരയിൽ ഉണ്ടായിരിക്കും. വിഷ് യു ഗുഡ് ലക്ക്. എന്തായി നിന്റെ അന്വേഷണം? 2-3 അണ്ണന്മാരെ ചൂണ്ടകളിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പിടി, ഒരു കൊളുത്ത്. പൂഹാലന്മാര് പൂയപ്പുര ജയിലുകളിൽ കിടക്കണതാണ്. ചുമ്മാരിക്കണോ, അതൊക്കെ രഹസ്യമാണെന്നേ. അറിയാം മോനെ, നിന്റെ വിജയം മാത്രം എന്നെ അറിയിച്ചാൽ മതി. ഇങ്ങനെയുള്ള അമ്മമാരും ആ അമ്മമാർക്ക് നിന്നെപ്പോലെ രാജ്യസ്നേഹമുള്ള മക്കളും ഉണ്ടായാൽ ഒരൊറ്റ രാജ്യദ്രോഹി പോലും ഈ നാട്ടിൽ ഉണ്ടാകില്ലമ്മേ. ഓം നമ ശിവായ. സ്വാമിയുടെ വിളികൾ പോലെ ഇരിക്കുന്നു. പോയി നോക്കിയിട്ട് വെട്ടാൻ പറ്റും. ഓം നമ ശിവായ. നമശിവായ. ഓം. ഇവിടുത്തെ വല്യദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പ്രസാദം കൊടുക്കുവാൻ സ്വാമിജി കൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ പൊന്ന് സ്വാമി, മരണവേല ഇറക്കരുത്. സഹോദര, എഴുന്നേൽക്കൂ. വാ, എഴുന്നേറ്റു. പിന്നെ സ്വാമികളെ, ഇതിനകത്ത് വല്ല പാമ്പുകളോ ചേരകളോ വല്ലതൊക്കെ ഉണ്ടാ? ഇത് പ്രസാദം മാത്രമേ ഉള്ളൂ. എന്നാ പോകൂടി, ഞങ്ങൾക്ക് വിശക്കുമ്പം ഞങ്ങൾ അങ്ങ് വന്ന് കഴിച്ചോളാം. ഭയപ്പെടേണ്ട, ഇത് സ്വാമിജിയുടെ തിരുപ്രസാദമാണ്. വല്യദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എന്റെ പൊന്ന് ചിന്നസ്വാമി, ഞങ്ങളെ ചതിക്കല്ലേ. പേടിക്കണ്ട. ഞാനീ പറഞ്ഞൊന്നും വലിയ സ്വാമി അടുത്ത് പോയി പറയല്ലേ. അങ്ങനെ വല്ല മലമ്പാമ്പുകളെയൊക്കെ ഇറക്കി വിട്ടുകളയും. ഓം നമ ശിവായ. ഓം നമശിവായ. അമ്മച്ചി, ഓം നമശിവായ സ്വാമികൾ കൊടുത്ത് അയച്ചതാണ്. മോനെ പ്രസാദം. എന്നാ നോക്കിക്കണ്ട് വായിക്കണം. എനിക്ക് വേണ്ടമ്മേ. മോനെ, അദ്ദേഹം മഹാദിവ്യനാ. എനിക്കെന്തോ ഒരു വിശ്വാസവും തോന്നുന്നില്ല. കേട്ടോ അമ്മച്ചി, നമ്മുടെ കടമറ്റത്ത് കത്തനാരും കെട്ടി ഭയങ്കര ഇന്ദ്രജാലക്കാരനാണ് സ്വാമികൾ. നിങ്ങളെ പോലെ ദൈവവിശ്വാസം ഇല്ലാത്തവരെ ബോധ്യപ്പെടുത്താനാ സ്വാമി ഈ ദൃഷ്ടാന്തമൊക്കെ കാണിക്കുന്നത്. എന്നാ പ്രസാദം. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ. കടൽ വഴി ഇന്ന് വൈകുന്നേരം മുനമ്പിൽ വരുന്നു കറുത്ത പക്ഷി. CW5 calling. CW5 calling.
കടലിൽ കൂടെ ഒരാൾ നീന്തി വന്ന് പക്ഷിയെ യുവതിയെ ഏൽപ്പിച്ച ശേഷം തിരിച്ചു പോകുന്നു. ഓവർ. ഓൾറൈറ്റ്, വാച്ച് ദ ഗേഡ്. ഓവർ. ഹലോ ഹലോ മിസ്റ്റർ മാധവൻ, ആ പോകുന്ന പെണ്ണ് പിന്തുടർന്ന് ബാഗ് പിടിച്ചു മേടിക്കും. യെസ് സർ. ഓവർ. ഹലോ, ഗുഡ് മോർണിംഗ്. ബാഗ് തരൂ. എന്നടാ അടിയേറ്റോ? ആള് ഗോസായോ? സാരമില്ല, ബോധക്ഷയമാണെന്ന് തോന്നുന്നു. വരൂ, ഇൻസ്പെക്ടർ മാധവൻ എന്ത് പറ്റിയെന്ന് നോക്കാം. നോക്കാം. ഏതോ വിഷം പ്രയോഗിച്ചിരിക്കുകയാണ്. അതാ കുഞ്ഞിനിവിടെ നിൽക്കുക, ഞാനിപ്പോ വന്നേക്കാം. അയ്യോ, ഞാൻ മാത്രം ഇപ്പൊ വന്നേക്കാം.